എന്തൊക്കെ ടൈപ്പ് ചമ്മന്തിപ്പൊടി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു തേങ്ങാ ചമ്മന്തിപ്പൊടി അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഞാനൊരു 3 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 6 കപ്പ്. അപ്പോൾ മിക്സിയിൽ ഒന്ന് ചതച്ചിട്ടിടുവാണെങ്കിലേ എല്ലാം ഒരേപോലെ തന്നെ വറുത്ത് കിട്ടും. അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളിങ്ങനെ മൂപ്പ് കുറഞ്ഞിട്ടിരിക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും, ഒരു 10-15 ഉണക്കമുളക്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് വേണമെങ്കിലേ ആദ്യം ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാവേ. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അത് കുറച്ച് അധികം ചേർത്തോട്ടോ. ഈ ഒരു ചമ്മന്തിപ്പൊടിക്ക് വേപ്പിലക്കട്ടി എന്നും കൂടെ പേരുണ്ട്. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു പേര് വന്നത്. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് അവിടെ ഇട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ചെയ്യാനായിട്ട്. പകുതി ഒന്ന് വറവായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പൊക്കെ വാളംപുളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറേശ്ശെ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ചിലർ വാളംപുളി ഉണ്ടല്ലോ ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കാറ്. ഞാൻ പക്ഷേ വറുത്താട്ടോ എടുക്കാറ്. അപ്പോൾ കുറച്ച് അധികം നാൾ കേടുകൂടാതെ ഇരുന്നോളും.